വരെ തടി മാറ്റിയിട്ടില്ല. അപ്പോൾ തടി മേടിച്ച ഒരാളുണ്ട്, അയാളുടെ മേടിക്കുന്ന തടി മാറ്റി തരുമോ എന്ന് ചോദിക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ റോഡ് വാങ്ങി, പക്ഷെ റോഡിൽ തടി വെട്ടിയിട്ടേക്കുക. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ കൊടുത്തതാണ്, പക്ഷെ ആ തടി ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ തടി കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് റോഡിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റാണ് ഇവിടെ നിങ്ങളുടെ പ്രണയത്തിലാണോ കള്ള എല്ലാം ഇങ്ങനെയൊക്കെ പറയണം, ചേട്ടനാണ് ഇങ്ങനെയൊക്കെ പറയണം. അങ്ങനെ വഴിയിൽ വെച്ച് എൻ്റെ വകയിലുള്ള ഒരു അനിയനെ കണ്ട്. അപ്പോൾ അവൻ്റെ ലൈൻ്റെ വീട്ടിൽ പെരാസോലിക്ക് പോകുവാന്ന്. അവനെ കണ്ടുകൊണ്ട് എൻ്റെ ദേഷ്യം അങ്ങോട്ട് കുറഞ്ഞു ഗൈസ്. കുറക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ആ പുള്ളിക്കാരൻ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് മേടിച്ച് നിന്നിട്ട് പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പർ വിളിക്കണം. അപ്പോൾ വഴിയിൽ വെച്ച് പുള്ളിക്കാരൻ്റെ ജോലിക്കാരനെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നമ്പർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിനെ വിളിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഹലോ ചേട്ടാ, ഞാനേ സുന്ദരൻ്റെ മോനാണേ. ചേട്ടാ തടി ഒന്ന് മാറ്റാവോ? കുറെ ദിവസമായില്ലേ, ഞങ്ങൾക്ക് റോഡ് ശരിയാക്കേണ്ടതാ. ഇപ്പൊ നമ്മള് കുറെ ദിവസമായില്ലേ, ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ, അത് മൊത്തം കിടക്കണോണ്ടേ. ഓക്കെ എന്തു പാവമായ നിഷ്കളങ്കമായ ചേട്ടൻ, ഞാൻ തെറ്റിദ്ധരിച്ചു.